സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പുനലൂർ നഗരസഭാ പരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനോ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനോ തയ്യാറാകാത്ത നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷവും രംഗത്ത്. ആ സ്കൂള് പൂർണ്ണമായും തകർന്ന് ആ സ്കൂളിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ആകാത്ത ഒരു സാഹചര്യമായിട്ടും ബന്ധപ്പെട്ട ആളുകൾ ഇടപെടാൻ കഴിയുന്നില്ല, നഗരസഭ ഇടപെടാൻ തയ്യാറാകുന്നില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. നഗരസഭയിൽ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി യോഗം വിളിച്ച് നഗരസഭയിൽ ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ, കുറച്ച് ഇടതുപക്ഷത്തെ കൗൺസിലർമാരും ഭരണ നേതൃത്വത്തിലുള്ള ആളുകളും മാത്രം യോഗം ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ ചില രസകരമായ രീതിയിലൊക്കെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ തലയിൽ ഓടിളവ് വീണാൽ ഇവർ സമാധാനം പറയും. അവർ ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും ചർച്ച ചെയ്യാനോ കൗൺസിലിൽ ചർച്ച ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നില്ല. അവരൊരു ലിമിറ്റഡ് കമ്പനി പോലെ 3-4 പേര് ചേർന്ന് മാത്രം ഈ കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാകുന്നു. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം പുനലൂരിൽ ഈ പഠിക്കുന്ന ഒരു സ്കൂള് സമീപ സമയത്ത് ഒരു സർക്കാർ സ്കൂളിൽ ഫാൻ ഇളകി കുട്ടികളുടെ ദേഹത്ത് വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഓടിളകി വീഴാൻ പോവുകയാണ്, സ്കൂളിന്റെ മേൽക്കൂര തകർന്ന് വീഴാൻ പോവുകയാണ്. ആ സാഹചര്യമായിട്ടും ബന്ധപ്പെട്ട ആളുകൾ ഇടപെടാൻ തയ്യാറാകുന്നില്ല. പുനലൂരിൽ ഒരു സ്കൂളിന്റെ മതില്, ആ ഉണ്ടായിരുന്ന മനോഹരമായ സ്കൂളിന്റെ മതില് ഇടിച്ചു പൊളിച്ച് പുതിയ മതില് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മണിയാർ സ്കൂളിന്റെ മതില് പുനർനിർമ്മിക്കുന്നു. ഈ സ്കൂളിന്റെ മേൽക്കൂര നിർമ്മിക്കണമെന്ന് തോന്നില്ലേ? ബന്ധപ്പെട്ട വാർഡ് കൗൺസിലർ, പഴയ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി നിമ്മി എബ്രഹാമിനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ മിണ്ടാനേ പോലും തയ്യാറാകുന്നില്ല. ആ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീഴും, അവിടെ കുട്ടികൾക്ക് സൗകര്യമായി പഠിക്കാൻ കഴിയുന്നില്ല. ആ സ്കൂളിലെ പ്രഥമാധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ പല അവസരങ്ങളിലും സ്കൂളിൽ വന്ന് അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും നഗരസഭയിലെ മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് അവരവരുടെ ആവലാതികൾ ഉന്നയിച്ചിട്ടും ഇടപെടാൻ തയ്യാറാകുന്നില്ല. ആ സ്കൂൾ തകർന്നു വീഴട്ടെ എന്നൊരു സമീപനവുമായി നഗരസഭ ഭരണ നേതൃത്വം മുന്നോട്ട് പോയാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. പൊതുജനങ്ങൾ ഇടപെടും. അത്രത്തോളം പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സ്കൂളിൽ അടിയന്തരമായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക. നഗരസഭയിൽ നിരവധി വിദ്യാലയങ്ങൾ കാലപ്പഴക്കം കാരണം നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ്. ഈ സാഹചര്യത്തിലും കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് നഗരസഭ ഭരണസമിതിയിലെ ഒരു വിഭാഗം കൗൺസിലർമാർ പ്രവർത്തിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ മേൽക്കൂരയും ഭിത്തിയുമടക്കം അറ്റകുറ്റപ്പണികളുടെ അഭാവം കാരണം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം പുനലൂരിലെ ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ ഫാനിളകി വീണ സംഭവം വരെയുണ്ടായി. വിദ്യാലയങ്ങൾക്കാവശ്യമായ സൗകര്യമോ അറ്റകുറ്റപ്പണികളോ ഒരുക്കുവാൻ നഗരസഭ തയ്യാറാകുന്നില്ല. സ്കൂൾ തുറക്കുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഭരണസമിതി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ് ആരോപിക്കുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.